കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വേണ്ടി നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സോങ് ആഡ് ചെയ്ത ഒരു സോങ്ങിൻ്റെ ബീറ്റ് മാർക്കിനനുസരിച്ച് വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അവിടെ നിന്ന് നള്ള് സെലക്ട് ചെയ്യുക. ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ ആദ്യത്തെ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ അവസാനം വരെ ആയി കൊടുക്കുക. പിന്നെ ആദ്യത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ അവസാനം വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു നള്ള് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ശേഷം അത് ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴെയായിട്ട് വെച്ച് കൊടുക്കുക, ഒരു വീഡിയോ ക്ലിപ്പിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം അവിടുന്ന് ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ ആയിട്ട് കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ഒരു നള്ള് ഫസ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്യും. ശേഷം അവിടുന്ന് ഒരു നള്ള് സെലക്ട് ചെയ്യും, 3000 സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് 3 സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്യും. ശേഷം അവസാനത്തിന് കുറച്ച് മുമ്പായിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കീ ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വരിക. ഒന്നതിന് ശേഷം അത് നല്ലോണം ഇതേപോലെ സൂം ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീയുടെ ഇടയിൽ വന്ന ഒരു കെർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ കൊടുക്കുന്ന ഈ ഒരു കെർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെക്ടാങ്കിൾ ഷേപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് നോക്കണം 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കോട്ട് വരിക. ഇതിന്റെ ഡ്യൂറേഷൻ നമുക്ക് അവിടം വരെ ആക്കണം. അതിനെ അവിടം വരെ ആക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ശേഷം ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നള്ള് ഫസ്റ്റിന് മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കും. ശേഷം അവിടുന്ന് റെക്ടാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യും. ഇവിടുന്ന് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് COP എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്നൊന്നൊരു എഫക്റ്റ് വരിക. അവിടുന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ശേഷം വീണ്ടും എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് LINEA എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലീനിയർ സ്ട്രീക്ക് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യും. ശേഷം അവിടുന്ന് ഒരു ലീനിയർ സ്ട്രീക്ക് സെലക്ട് ചെയ്യും. ശേഷം അതിൻ്റെ ഒരു സ്ട്രെങ്ത് സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്യുക. ശേഷം കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി ഒരു കീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ നിങ്ങൾ കുറച്ച് 0 ആക്കി കൊടുക്കും. ശേഷം 2 കീയുടെ ഇടയിൽ വന്ന ഒരു കെർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ കൊടുക്കുന്ന ഈ ഒരു സ്മൂത്ത് കെർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കും. ശേഷം അവിടെ നിന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ആംഗിൾ സെലക്ട് ചെയ്യും. ആംഗിൾ ഇതേപോലെ തന്നെ കൂട്ടി 60 ഡിഗ്രി ആയി കൊടുക്കും. നിങ്ങൾ ഇതേപോലെ തന്നെ കൂട്ടി 60 ഡിഗ്രി ആയി കൊടുക്കും. 60 ഡിഗ്രി ആയി കൊടുത്തതിന് ശേഷം ഇവിടുന്ന് 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. ഇതുപോലെ 60 ഡിഗ്രി ആയി കൊടുക്കുക. ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. ശേഷം അവിടുന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയത് സെലക്ട് ചെയ്യും. ശേഷം അതിൻ്റെ ഒരു ആംഗിൾ സെലക്ട് ചെയ്തതിന് ശേഷം അതൊരു 120 ആയി കൊടുക്കും. ഇതേപോലെ തന്നെ കൂട്ടി 120 ആയി കൊടുക്കും. 120 ആക്കി കൊടുത്തതിന് ശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുക്കുക. അതിൻ്റെ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം ആ ഡ്യൂപ്ലിക്കേറ്റ് ആയി സെലക്ട് ചെയ്യും. ഇത് ഇതേപോലെ തന്നെ കൂട്ടി 180 ആയി കൊടുക്കും. ഈ രീതിയിൽ നിങ്ങൾ 180 ആയി കൊടുക്കും. 180 ആയി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ട്രാൻസിഷൻ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ നമുക്ക് അടുത്ത വീഡിയോ ക്ലിപ്പിലും ചെയ്യാം. ഇനി അടുത്ത വീഡിയോ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം അവിടെ ഈ ഒരു നള്ള് സെലക്ട് ചെയ്യുക. ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ ആ വീഡിയോ ക്ലിപ്പിൻ്റെ അവസാനം വരെ ആയി കൊടുക്കുക. അതിന് അവസാനം വന്നതിന് ശേഷം അവിടുന്ന് നള്ള് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ശേഷം നിങ്ങൾ ഇവിടുന്ന് നള്ള് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം അവിടുന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. മുകളിൽ കാണുന്ന ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടുന്ന് നള്ള് 2 സെലക്ട് ചെയ്യുക. ശേഷം അവിടുന്ന് നള്ള് 2 സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് 3 സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്യുക. ശേഷം അവസാനത്തിന് കുറച്ച് മുമ്പായിട്ട് ഇതേപോലെ നിങ്ങളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് ഇടുക. അത് ഇതേപോലെ നന്നായിട്ട് സൂം ചെയ്ത് കൊടുക്കുക. 2 കീയുടെ ഇടയിൽ വന്ന ഒരു കെർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ കൊടുക്കുന്ന ഈ ഒരു കെർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക.
ബാക്ക് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, എന്നാൽ റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് കൊണ്ട് കോപ്പി ലെയർ എടുക്കും. ശേഷം ബാക്ക് വരും. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം അടുത്ത വീഡിയോ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് കൊണ്ട് പേസ്റ്റ് ലെയർ കൊടുക്കും. ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ കുറവാണെങ്കിൽ എവിടം വരെ വേണം അവിടെ വെച്ചതിന് ശേഷം അവിടുന്ന് റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. അവിടുന്ന് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നള്ളിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അവിടെ ഒരു ട്രാൻസിഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ എത്ര വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടോ ആ ഒരു വീഡിയോ ക്ലിപ്പിലെല്ലാം ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കും. ഇതേപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുക്കാണെങ്കിൽ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.